പൊതു താൽപര്യം മുൻനിർത്തി 30 ദിവസത്തെ മുൻകൂർ നോട്ടീസ് നൽകി സർ ബേളം വെക്കലെന്ന് പറയും. മുൻകൂർ നോട്ടീസ് നൽകി ഈ കരാർ റദ്ദാക്കാനോ അവസാനിപ്പിക്കാനോ കേന്ദ്ര സർക്കാരിനു മാത്രം അവകാശം നിക്ഷിപ്തമായിരിക്കുന്നു. റിസർവ്സ് ഇതാണ് സാർ ഇടതുപക്ഷം ഒപ്പിട്ട കരാറിലെ വ്യവസ്ഥ. ഇതാണ് ഇവിടെ ബഹുമാനപ്പെട്ട അംഗം ശ്രീ പി പ്രസാദ് അവതരിപ്പിച്ച പ്രമേയം സർ വസ്തുതകൾക്ക് നിരക്കാത്തതാണ്. ഈ പദ്ധതി കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ടതാണ്. സർക്കാർ MOU ഒപ്പിട്ടതിനെ തുടർന്ന് ഒപ്പിടാത്തതിന്റെ പേരിൽ തടഞ്ഞു വെച്ചിരുന്ന SSK ഫണ്ട് 92.41 പിന്നീട് ഒരു 6.86 അങ്ങനെ 99.27 കോടി രൂപ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കൈപ്പറ്റിയിട്ടുള്ളത്. സാർ എല്ലാം ചെയ്തത് കഴിഞ്ഞ സർക്കാരാണ്. പുതിയ സർക്കാർ വല്ല കരാറും ഒപ്പുവെക്കുകയോ തുടർ നടപടികൾ വല്ലതും സ്വീകരിക്കുകയോ ഇതുവരെ ചെയ്തിട്ടില്ല. സർ ഇതിന്റെ ഒരു ചരിത്രത്തിലേക്ക് പോയാൽ 2022 തുടക്കം കുറിച്ചതാണ് ഈ പദ്ധതി. 22 മുതൽ ഉള്ള 5 വർഷക്കാലമാണ്. 2023 ഫെബ്രുവരി 24 കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറി സഞ്ജയ് കുമാർ IAS കേരളത്തിനൊരു കത്തയക്കുക. സർ ആ കത്തില് MOU ഒപ്പിടാനും അതുപോലെ തന്നെ സ്കൂളുകൾ തെരഞ്ഞെടുത്ത് തരണമെന്നുമാണ് കേന്ദ്രം ആവശ്യപ്പെട്ടത്. അതിന് നമ്മുടെ അന്നത്തെ വിദ്യാഭ്യാസ സെക്രട്ടറി, കഴിഞ്ഞ ഗവൺമെന്റിന്റെ കീഴിലുള്ള വിദ്യാഭ്യാസ സെക്രട്ടറി റാണി ജോർജ് IAS പ്രിൻസിപ്പൽ സെക്രട്ടറി 30/3/24 ഒരു അഷ്വറൻസ് ലെറ്റർ കേന്ദ്രത്തിന് കൊടുക്കുകയാണ്. സർ ആ കത്തിൽ പറയുന്നത് 30/3/24 ആ കത്തിൽ പറയുന്നത് The state is looking forward to establish PM Shri schools in Kerala. In this regard, a state-level committee headed by Principal Secretary General Education has been constituted. Based on the recommendation of the committee, the MOU for establishing PM Shri school will be signed by the state before the academic year 24-25 എന്ന് പറഞ്ഞാൽ 24-25 സാമ്പത്തിക വർഷ അധ്യയന വർഷത്തിന് മുമ്പ് ഞങ്ങൾ ഇത് ഒപ്പിട്ടോളാം, ഇതിവിടെ നടപ്പാക്കാൻ ഞങ്ങൾ സന്നദ്ധമാണ് എന്ന് പറഞ്ഞ് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി കേന്ദ്രത്തിന് അയച്ച കത്താണ് സർ ഞാനിവിടെ വായിച്ചത്. പിന്നെ ഈ പറയപ്പെടുന്ന കമ്മിറ്റി കൂടിയിട്ട് അവർ 17/7/24 PM Shri പദ്ധതി കേരളത്തിൽ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട്, അതിന്റെ ഹെഡിങ് അങ്ങനെയാണ്, PM Shri പദ്ധതി കേരളത്തിൽ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച കമ്മിറ്റിയുടെ റിപ്പോർട്ട്. അത് മുഴുവൻ ഞാൻ വായിക്കില്ല. ലാസ്റ്റ് കൺക്ലൂഷൻ, മേൽ കൊടുത്തിരിക്കുന്ന ചർച്ചയുടെയും ശുപാർശകളുടെയും വെളിച്ചത്തിൽ കേരളത്തിന് കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഫണ്ട് നഷ്ടപ്പെടാതിരിക്കുവാനും സർക്കാർ സ്കൂളുകൾക്കും സ്കൂളിലെ കുട്ടികൾക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ ആനുകൂല്യങ്ങളും തടസ്സപ്പെടാതിരിക്കുന്നതിനുമായി PM Shri പദ്ധതി നടപ്പിലാക്കാവുന്നതാണെന്നും ഇതിനാവശ്യമായ ധാരണാപത്രം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയവുമായി ഒപ്പുവെക്കാവുന്നതാണെന്നും ഈ കമ്മിറ്റി ശുപാർശ ചെയ്യുന്നു. ഇതാണ് 17/7/24 കഴിഞ്ഞ ഗവൺമെന്റിന്റെ കീഴിൽ നടന്ന കമ്മിറ്റിയുടെ തീരുമാനം. സർ അത് കഴിഞ്ഞ് ഞാൻ ചുരുക്കി പറയാം, ഇതൊക്കെ എല്ലാവരും കേരളത്തിലെ എല്ലാ ജനങ്ങളും കണ്ടതാണ്. പിന്നെ 2025 ഒക്ടോബർ 16 MOU ഒപ്പിട്ടു. MOU ഒപ്പിട്ട് ഈ സംസ്ഥാനത്തെ പ്രതിസന്ധിയിലാക്കിയവരാണ് സാർ അപ്പുറത്തിരിക്കുന്നത്. ഇവിടെ ഈ PM Shriയിൽ ഒപ്പിടാതെ മാറി നിന്നിരുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നായിരുന്നു കേരളം. പക്ഷേ എല്ലാവരെയും മുൾമുനയിൽ നിർത്തി ഇരുട്ടിന്റെ മറവിൽ അന്ന് ഒപ്പിട്ട കഥകളൊക്കെ അന്നത്തെ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കിട്ടിയാണ്. ഒരാളും പുറത്തറിയാതെ വളരെ രഹസ്യമായി ക്യാബിനറ്റിനെ പോലും അറിയിക്കാതെ, CPI-ക്കാർക്ക് അഭിപ്രായമുണ്ടോ, CPI-ക്കാർ പോലും അറിയാതെ അന്ന് ബിനോയ് വിശ്വം എന്താ പറഞ്ഞത്? ബിനോയ് വിശ്വം അന്ന് ചോദിച്ചത് ഇതെന്ത് സർക്കാരാണെന്നാണ് ബിനോയ് വിശ്വം ചോദിച്ചത്. കാരണം ഒരു ഉത്തരവാദിത്തമില്ല, CPI-ക്കാർ അറിഞ്ഞിട്ടില്ല. സർ ആ ധാരണാപത്രത്തിൽ എന്താ പറയുന്നത്? ഒക്ടോബർ 16 ഒക്ടോബർ 2025 നിങ്ങൾ ഒപ്പിട്ട ധാരണാപത്രം
ആ ധാരണാപത്രത്തിൽ വെറുതെ ബഹളം വെക്കല്ലേ, ആ ധാരണാപത്രത്തിൽ പറയുന്നത് DOSEL SEL ആൻഡ് എൽ എന്ന് പറഞ്ഞാൽ ഡയറക്ടറേറ്റ് ഓഫ് എഡ്യൂക്കേഷൻ ആണ്. MOE മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ, GOI ഗവൺമെന്റ് ഓഫ് ഇന്ത്യ റിസർവ്സ് ദ റൈറ്റ് ടു റെസിൻഡ്, ക്യാൻസൽ, ടെർമിനേറ്റ് ദ എഗ്രിമെന്റ് ഇൻ ദി ഇൻട്രസ്റ്റ് ഓഫ് പബ്ലിക് ബൈ ഗിവിംഗ് എ നോട്ടീസ് ഓഫ് 30 days എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് പിന്മാറാനുള്ള ഏക അധികാരവും അവകാശവും കേന്ദ്ര ഗവൺമെന്റിന് മാത്രമാണുള്ളത്. കേന്ദ്ര ഗവൺമെന്റിന് നിങ്ങൾ ഒപ്പിട്ട് കൊടുത്താണ്. നിങ്ങൾ ഈ എന്താ പറയാ കഴുത്തും കത്തിയും കൂടി അവിടെ കൊടുത്തു. നിങ്ങൾ പറയട്ടെ, കഴുത്തും കത്തിയും കൂടി അവിടെ കൊടുത്തു കേന്ദ്രത്തിന്. നിങ്ങൾ ഒപ്പിട്ട് കൊടുത്താണ്. അതിന്റെ മലയാളം ഒന്നും കൂടി ഞാൻ വിശദീകരിക്കാം. പൊതു താല്പര്യം മുൻനിർത്തി 30 ദിവസത്തെ മുൻകൂർ നോട്ടീസ് നൽകി, സർ ബേളം വെക്കൽ എന്ന് പറയും, മുൻകൂർ നോട്ടീസ് നൽകി ഈ കരാർ റദ്ദാക്കാനോ അവസാനിപ്പിക്കാനോ കേന്ദ്ര സർക്കാരിനു മാത്രം അവകാശം നിക്ഷിപ്തമായിരിക്കുന്നു. റിസർവ്സ് ഇതാണ് സാർ ഇടതുപക്ഷം ഒപ്പിട്ട കരാറിലെ വ്യവസ്ഥ. ഇതാണ് ഇടതുപക്ഷം ഒപ്പിട്ട കരാറിലെ വ്യവസ്ഥ സർ. എന്നിട്ട് ഇതാണ് ഇടതുപക്ഷം ഒപ്പിട്ട കരാറ്. സത്യത്തിൽ സംസ്ഥാനത്തിന്റെ താൽപര്യങ്ങൾ പരിഗണിച്ച് പിണറായി സർക്കാർ ഒപ്പുവെച്ച ഒരു കരാറിനെ കുറിച്ച് ഇപ്പോൾ വ്യാജ പ്രചാരണം നടത്തുന്നവർ ഓർക്കേണ്ടത്, ഈ സർക്കാർ ഞങ്ങൾ അധികാരത്തിൽ വന്നിട്ട് 1 മാസമേ ആയിട്ടുള്ളൂ. ഞങ്ങൾ ഒരു കരാറും ഇവിടെ ഇപ്പോൾ ഒപ്പിട്ടിട്ടില്ല.